ഇത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആദ്യ ഡൈവിംഗിൽ കണ്ടെത്തിയിരിക്കുന്ന ഭാഗം അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നുള്ളതാണ് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റേതോ വാഹനത്തിൻ്റെതാണ്. ഒരു ടാങ്കർ ലോറി കൂടി ഇവിടെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. ഏതായാലും അത് അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗമല്ല ഇപ്പോൾ ഈ ആദ്യ ഡൈവിങ്ങിൽ ഈശ്വർ മാൽപെ കണ്ടെത്തിയത് എന്നുള്ള കാര്യം മനാഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഡൈവിങ്ങിന് ഇപ്പോൾ ഈശ്വർ മാൽപെ രണ്ടാമത്തെ ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് ഈ ഒരു തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഈ ആദ്യ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു തിരച്ചിലിൽ കെട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം ഒരു ട്രക്കിൻ്റെ ഭാഗമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ അർജുൻ്റെ ട്രക്കിൻ്റേതല്ല എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗംഗാവാലി തീർച്ചയായും ഇതാണ് ഈ ഒരു ആദ്യ ഡൈവിങ്ങിൽ ഈശ്വർ മാൽപെ ഗംഗാവാലിയുടെ നദിയുടെ ആഴങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഒരു സാധനമാണിത്. നല്ല വെയിറ്റുള്ള ഒരു സാധനമാണ്. ഇത് ലോറിയുടെ ഭാഗം തന്നെയാണ് എന്ന് മനാഫ് പറയുന്നുണ്ട്. പക്ഷേ ഇത് അർജുൻ ഓടിച്ചിട്ടുള്ള ട്രക്കിൻ്റെ ഭാഗമല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു ടാങ്കർ ലോറി കൂടി ഈ ഗംഗാവാലി നദിയിൽ കാണാതായിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇത് എന്നാണ് സംശയിക്കുന്നത്. തീർച്ചയായും ഇതിപ്പോൾ പരിശോധനയ്ക്ക് ശേഷമാണ് മനാഫ് നമുക്കത് പരിശോധിക്കുന്നതിനായി നൽകിയിരിക്കുന്നത്. ഗംഗാവാലിയിൽ ഇപ്പോഴും ആഴങ്ങളിലേക്ക് ഊളിയിടാനുള്ള തയ്യാറെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ അടുത്ത ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് ഈശ്വർ മാൽപെ നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഈശ്വർ മാൽപെയും ഒപ്പം തന്നെ മാൽപെ സംഘത്തിലുള്ള മറ്റൊരു മുങ്ങൽ വിദഗ്ധനും 2 പേർ ഈ മുങ്ങൽ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. 2 പേർ ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുങ്ങിത്തപ്പി ഈ ലോറി കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഈ സംഘത്തിൽ കൂടുതൽ പേർ എത്തും എന്ന് ഈശ്വർ മാൽപെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഒരാൾ കൂടി, ഒരു സ്കൂബ ഡൈവർ കൂടി ഈ ഒരു മാൽപെയോടൊപ്പം ചേർന്നിട്ടുണ്ട്. മാൽപെയും 2 പേരും ചേർന്ന് ഇപ്പോൾ ഡൈവിംഗ് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഈ മാൽപെ ഇപ്പോൾ രണ്ടാമത് ഈ സംഘത്തിൽ എത്തിയിട്ടുള്ള സ്കൂബ ഡൈവർക്ക്, അതായത് മുങ്ങൽ വിദഗ്ധന് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. ഏത് ഭാഗത്താണ് പരിശോധന നടത്തേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. 2 പേരും 2 ഭാഗത്ത് പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈശ്വർ മാൽപെയാണ് ഈ സംഘത്തിൻ്റെ തലവൻ. മാൽപെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ് തൻ്റെ സംഘാംഗത്തിന്, സഹപ്രവർത്തകര് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ലഭിച്ച സൂചനകളും ഇന്ന് സ്ഥിരീകരിക്കേണ്ട, തിരച്ചിൽ നടത്തേണ്ടുന്ന ഭാഗങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈശ്വർ മാൽപെ ഇപ്പോൾ സഹപ്രവർത്തകന് നൽകിയിരിക്കുന്നത്. മാൽപെ സംഘത്തിലെ മറ്റൊരു മുങ്ങൽ വിദഗ്ധന് നൽകിയിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഒരു നിർണായക ഘട്ടത്തിലൂടെ തന്നെ കടന്നുപോകുന്നു. ആദ്യ ഡൈവിംഗ് ഈശ്വർ മാൽപെയുടെ 9 മിനിറ്റ് നീണ്ടുനിന്ന ആദ്യ ഡൈവിങ്ങിൽ ഒരു വാഹനത്തിൻ്റെ ഭാഗം ഗംഗാവാലിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു. അത് മനാഫിന് കൈമാറി. മനാഫ് അത് പരിശോധിച്ചതിന് ശേഷം അത് അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ഭാഗമല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. സ്വാഭാവികമായിട്ടും ഒരു ടാങ്കർ ലോറി ഇവിടെ കാണാതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ വാഹന ഉടമ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കുക ഇപ്പോൾ കഴിയില്ല. നേരത്തെ ഈശ്വർ മാൽപെ ഡൈവിംഗ് നടത്തിയ സ്ഥലത്തിനും അല്പം താഴെ ഭാഗത്തേക്കാണ് ഇപ്പോൾ 2 മുങ്ങൽ വിദഗ്ധരും കൂടി നീങ്ങുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇവർ നീങ്ങുന്ന ഭാഗത്തേക്കാണ് ഒരു ഓയിലിൻ്റെ സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയിരുന്നത്. ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ പരിശോധന നടത്താൻ ഈശ്വർ മാൽപെയും സംഘവും ഇപ്പോൾ ശ്രമം തുടരുന്നത്. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈശ്വർ മാൽപെ സഹപ്രവർത്തകന് നൽകിയിട്ടുണ്ട്. 2 പേരും കൂടിയുള്ള തിരച്ചിലിന് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. രാവിലെ ഇവിടെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. 7 മണി 7:30 കൂടിയാണ് ആ ചാറ്റൽ മഴ വിട്ടുമാറിയത്. പൂർണ്ണമായും തെളിഞ്ഞ വെയിലുള്ള അന്തരീക്ഷമല്ല. മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട്. മൂടിക്കെട്ടിയ കാർമേഘങ്ങൾ ഉണ്ട്. പക്ഷേ നിലവിൽ മഴ പെയ്യുന്ന സാഹചര്യമല്ല.